മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന പടം റിലീസായിട്ടുണ്ട്. അത് തിയേറ്ററിൽ നിന്നൊക്കെ ഭയങ്കര റെസ്പോൺസ്. ഡയറക്ടർ ഗൗതമോ അങ്ങനെ കണ്ടൊരു വാസുദേവ മേനോൻ, തമിഴിലെ ഏതോ ഡയറക്ടറാണെന്ന് തോന്നുന്നു. അവിടുത്തെ പരിപാടി നിർത്തി ഇപ്പോൾ കേരളത്തിലൊക്കെ കുറച്ച് ഡയറക്ടർമാർ ഇറങ്ങിയിട്ടുണ്ട്. ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ മലയാളത്തിലാണ് ഇപ്പോൾ വന്ന് കളിക്കുന്നത്. എന്താ കാര്യം എന്നറിയത്തില്ല. എന്താണേലും ഈ പടത്തിൻ്റെ പോസ്റ്റർ അതുപോലെ തന്നെ എന്തൊക്കെയോ വന്നു. പിന്നെ അതിൻ്റെ കാസ്റ്റിംഗ് എല്ലാം കൂടെ നോക്കിയപ്പോൾ ഈ തട്ടിക്കൂട്ടുകാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ മക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കുക. സുരേഷ് ഗോപിയുടെ മോനെ കൊണ്ടുവന്ന് എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവനൊക്കെ അഭിനയിക്കാൻ അറിയാവുന്നവനൊന്നും അല്ല. അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കാണിക്കുമ്പോഴേ അപ്പം തന്നെ അറിയാം. അതുകൊണ്ട് ഇവന്മാർ തള്ളുന്നുണ്ട്. ഞാൻ പടം കണ്ടിട്ടില്ല, അത് കാണത്തുമില്ല. അതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഇത് കാണാനുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ റിലീസ് കഴിഞ്ഞപ്പോൾ തൊട്ട് തിയേറ്റർ റെസ്പോൺസ് ഗംഭീരം, അത് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അങ്ങനെ പോയി സിനിമ കാണുന്ന ആൾക്കാരല്ലല്ലോ. ഇനി ഒരാഴ്ച കഴിയട്ടെ. ഇനി അതോ അത്ര ഭയങ്കരമാണെങ്കിൽ എന്നാലും കാണുന്നില്ല. ഇങ്ങനെയുള്ള പരിപാടി കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഇത് കണ്ടിട്ട് കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉടായ്പ പേരും വല്ലാത്ത കുറേ പോസ്റ്റർ അടിച്ച് ഇറക്കിയ എല്ലാവരും അങ്ങ് പോയി പടം കാണും എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട്. പിന്നെ തമിഴിൽ നിന്നൊരു ഡയറക്ടർ തന്നെ ഉണ്ടാക്കിയ വേറെന്തോ ആകും എന്നൊരു തോന്നലൂടെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷയൊന്നും. അങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സിനിമയാണ്, കാണുന്നില്ല. പടം സൂപ്പർ ഹിറ്റായിരിക്കും ചിലപ്പോൾ. അങ്ങനത്തെ പടവും ഞാൻ കാണാറില്ല ചിലതൊന്നും. എന്താണെന്നറിയത്തില്ല. അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഏതാണ്ട് ആണെങ്കിലും കാണത്തില്ല. അത്രയേ ഉള്ളൂ. കാണാതിരിക്കുക. 2 ദിവസം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ഫേസ്ബുക്കിൽ നല്ല പരിപാടി നടക്കുന്നുണ്ട്, അത് കാണുമ്പോഴേ അറിയാം. ഫേസ്ബുക്കിൽ പടം സൂപ്പർ ഹിറ്റാന്ന് പറയുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവും. പിന്നെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന കുറേ പരിപാടികൾ. പ്രൊമോഷൻ ഇല്ലെന്ന്, അതൊരു പരിപാടി. അത് വന്ന് പറയുക, എന്നാലും പോവുമല്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബ്രഹ്മയുഗത്തിൻ്റെ ഡയറക്ടറെയൊക്കെ ഇതേപോലെ തിയേറ്ററിൽ കണ്ടായിരുന്നു ആരെങ്കിലും? അല്ലെ ആട്ടം പോലത്തെ സിനിമയുടെ എന്തിനാ റൈഫിൾ ക്ലബ്ബ് ഇറങ്ങിയപ്പോൾ ഈ ആഷിഖ് കപൂറിനെയും ടീമിനെ ആരെങ്കിലും തിയേറ്ററിൽ കണ്ടോ? നിങ്ങളിനി ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ തിയേറ്ററിൻ്റെ വാതിക്ക് വന്ന് കമൻറ്റ് പറയാൻ നിൽക്കുന്ന ഡയറക്ടറോ നടനോ, പിന്നെ നാട് നീളം നടന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ഫോറം മോള്, ലുലു മോള്, കോഴിക്കോട് മോള്, മറ്റടുത്ത മോള്, മരുമോള്, 2ാം കെട്ടിലെ മോള് എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും പരിപാടിയും കൊണ്ട് നടക്കുന്ന ഈ നടന്മാരുടെ പരിപാടി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക. പിന്നെ ഈ തരികയുടെ പരിപാടിയുണ്ട്. അത് കാണുമ്പോഴും നമുക്കൊരു ഡൗട്ടൊക്കെ അടിക്കണം. പെട്ടെന്ന് ചാടിക്കൊടുക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അല്ലേ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പല ആളുകളൊക്കെ കണ്ട് അതിനൊരു നല്ലൊരു വിലയിരുത്തലൊക്കെ ആയിക്കഴിഞ്ഞ് നമുക്ക് അടുത്തറിയാവുന്നവരുണ്ടല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾ, സിനിമ കാണുന്നവർ, ഏതുതരം സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് നമുക്കറിയാമല്ലോ. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോയാൽ മതി ഇതുപോലത്തെ നമ്പർ ഇറക്കുമ്പോൾ. അല്ലാതെ ഇത്തിരി നമ്പറിനകത്തൊന്നും ഏതായാലും ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതിനകത്തൊന്നും ചാടാറേ ഇല്ല. 2005 കഴിഞ്ഞിട്ട് 8 കഴിഞ്ഞിട്ട് 2005 കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഞാൻ ചാടിയിട്ടില്ല. എനിക്കറിയത്തില്ല എന്താണ്. എനിക്കത് അത്രയും കൊല്ലം സിനിമ ഉണ്ട് എൻ്റെ അനുഭവം വെച്ചിട്ടായിരിക്കാം. അല്ലേ വീണ്ടും ഇതുപോലത്തെ ചളി ഇനി കാണാൻ വയ്യാത്ത ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ കാണത്തില്ല. അതുപോലെ ഒരെണ്ണമാണ് ഡൊമിനിക്ക്. അല്ലേ നോക്കൂ.